നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫിഫ ഇല്ലെങ്കിലേ 150 രാജ്യങ്ങളിൽ ഫുട്ബോളേ ഉണ്ടാകുമായിരുന്നില്ല. പറയുന്നത് ഫിഫയുടെ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോയാണ്. എന്തൊരു വങ്കൻ പ്രസ്താവനയാണത്. ന്യൂയോർക്ക് ടൈംസിൻ്റെ സ്പോർട്സ് വിഭാഗം ദി അത്ലറ്റിക് അതിനെ വിലയിരുത്തുന്നുണ്ട്. അവർ കൃത്യമായി പറയുന്നുണ്ട്, ഫിഫ ഉണ്ടാകുന്നതിന് 32 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇംഗ്ലണ്ടിലും സ്കോട്ട്ലൻഡിലുമൊക്കെ ഇൻ്റർനാഷണൽ ഫുട്ബോൾ കളിച്ചു തുടങ്ങിയിരുന്നു. അതായത് രാജ്യങ്ങൾ തമ്മിൽ ഫുട്ബോൾ കളിച്ചു തുടങ്ങിയിരുന്നു 1872 തന്നെ. 32 വർഷം മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഫിഫ ഇല്ലെങ്കിൽ ഫുട്ബോളേ ഇല്ല എന്നുള്ളതൊന്നും പറഞ്ഞാൽ അർത്ഥവുമില്ല. ലോകത്ത് ഫുട്ബോൾ എന്ന കായിക വിനോദം ഈ സംഘടന ഇല്ലെങ്കിൽ ഇല്ല എന്നൊക്കെ പറയുന്നതിൽ എന്തർത്ഥമാണെന്നുള്ളതാണ് ചോദ്യം. ശരിക്കും പറഞ്ഞാൽ ഫിഫയിലൂടെ ഉണ്ടായത് ഓർഗനൈസ്ഡ് ഫുട്ബോളാണ്. അതാണ് ശരിയായ ആർഗ്യുമെൻറ്റ്. സിംപ്ലി സെയിങ് ഈ ഗെയിമേ എക്സിസ്റ്റ് ചെയ്യില്ല 150 രാജ്യങ്ങളിൽ, അങ്ങനെ പറയുമ്പോൾ അത് വങ്കത്തരമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. അതേസമയം ഇന്നത്തെ രൂപത്തിൽ ഇത് ഓർഗനൈസ്ഡ് ആയിട്ട് നടത്തിക്കൊണ്ടുപോകുന്നതിൽ ഫിഫക്ക് വലിയ പങ്കുണ്ട്. ഫിഫ ഇല്ലായിരുന്നെങ്കിൽ മറ്റേതെങ്കിലും സംഘടന ഉണ്ടാകുന്നേ, മറ്റേതെങ്കിലും തരത്തിൽ ഈ ഫുട്ബോൾ ഇവിടെ നിലനിൽക്കും. കാരണം ഇത് കാൽപന്ത് കളി എന്ന് പറഞ്ഞാൽ ഫിഫ അങ്ങ് കെട്ടിയിറക്കി ഉണ്ടാക്കിയൊന്നുമല്ല. അതിനു മുമ്പേ കളിയുണ്ട്, പിന്നെയാണ് ഫിഫ എന്ന് പറയുന്ന സംഘടന രൂപീകരിക്കുന്നത് എന്നതെങ്കിലും മനസ്സിലാക്കുന്നതല്ലേ അതിൻ്റെ ശരി. പുതിയ അത്ലറ്റിക് കൃത്യമായിട്ട് അതെടുത്ത് ചോദിക്കുന്നുണ്ട്, ഈസ് ജിയാനി ഇൻഫാന്റിനോ റൈറ്റ്? ഇയാൾ പറയുന്നത് ശരിയാണോ? വുഡ് ഫുട്ബോൾ നോട്ട് എക്സിസ്റ്റ് ഇൻ 150 കൺട്രീസ് വിത്തൗട്ട് ഫിഫ? ഫിഫ ഇല്ലെങ്കിൽ ഈ 150 രാജ്യങ്ങളിലും ഫുട്ബോൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞത് ശരിയാണോ? അയാളുടെ പ്രസ്താവന എന്തായിരുന്നു അതാദ്യം നോക്കാം. അയാൾ പറയുന്നു, എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ റവന്യൂ അത് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ ജനറേറ്റ് ചെയ്യപ്പെടുന്ന റവന്യൂ ലോകത്തെ എല്ലായിടത്തേക്കും എത്തിക്കുകയും ചെയ്യുന്നു. വിത്തൗട്ട് ഫിഫ ദർ വുഡ് ബി നോ ഫുട്ബോൾ ഇൻ 150 കൺട്രീസ് ഇൻ ദി വേൾഡ്. ലോകത്തെ 150 രാജ്യങ്ങളിൽ ഫിഫ ഇല്ലെങ്കിൽ ഫുട്ബോളേ ഉണ്ടാവില്ല. ഫുട്ബോൾ ഉണ്ടെങ്കിൽ, ഇപ്പോൾ അവിടേക്ക് ഫുട്ബോൾ ഉണ്ടെങ്കിൽ അതിന് നന്ദി പറയേണ്ടത് ഫിഫയോടും ഫിഫ ജനറേറ്റ് ചെയ്യുന്ന ഈ റവന്യൂവിനോടുമാണ്. അത് വേൾഡ് കപ്പ് അടക്കമുള്ള ടൂർണമെൻറ്റുകളിൽ നിന്ന് ജനറേറ്റ് ചെയ്യപ്പെടുന്ന റവന്യൂ ആണ്. അത് ഓൾ ഓവർ ദി വേൾഡ് ഫിഫ റീഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഫുട്ബോൾ എന്ന് പറയുന്ന കായിക വിനോദം ഇവിടെ നിലനിൽക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഫിഫയുടെ സ്പോക്സ് പേഴ്സൺ ഡിസംബറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നൊരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. സ്പോക്സ് പേഴ്സൺ പറഞ്ഞത്, വിത്തൗട്ട് ഫിഫാസ് ഫൈനാൻഷ്യൽ സപ്പോർട്ട് 50% ഫിഫ മെമ്പേഴ്സിനും അവരുടെ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാനുള്ള പണം ഉണ്ടാവില്ല. ഇത് പ്രധാനമായിട്ടും എടുത്തു പറഞ്ഞത് വേൾഡ് കപ്പിൻ്റെ പ്രൈസ് എന്തുകൊണ്ട് ഇത്രയധികം എന്ന് ചോദിച്ചപ്പോൾ അതിന് ന്യായീകരണം എന്ന രൂപത്തിൽ എടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഇപ്പോൾ 111 മെമ്പേഴ്സ് ഫിഫയിലുണ്ട്. അപ്പോൾ അതിൽ ഈ 150 രാജ്യങ്ങളിൽ കളി ഉണ്ടാവില്ല എന്നെടുത്ത് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്ന ചോദ്യം കൂടി ഇപ്പോൾ ഏതായാലും ദി അത്ലറ്റിക് ഉയർത്തി ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഓരോ 4 വർഷത്തെ സൈക്കിളിലും വലിയ തുക മെമ്പർ അസോസിയേഷനുകൾക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഈച്ച് മെമ്പർ അസോസിയേഷൻ ഈസ് എൻറ്റൈറ്റിൽഡ് ടു റിസീവ് അപ് ടു $8 million. ഇത് ഫ്രീലി സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ഈ എമൗണ്ട് ഓവർ ദി 4 ഇയർ പീരീഡിലാണ് കൊടുക്കുന്നത്. അടുത്ത സൈക്കിളിൽ 2027-2030 കാലഘട്ടത്തിൽ ഇതിൻ്റെ എമൗണ്ട് ഇനിയും വർദ്ധിക്കുമെന്നും റിപ്പോർട്ടുണ്ട്. അപ്പോൾ സംഗതി ഇതിൽ ഉള്ള വാദം എന്താണെന്ന് വെച്ചാൽ, ഫുട്ബോൾ ഇവിടെ നിലനിൽക്കില്ല എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. ഫുട്ബോൾ നിലനിൽക്കും. പക്ഷേ ഓർഗനൈസ്ഡ് ഫുട്ബോൾ നിലനിൽക്കുന്നതിൽ ഫിഫ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ ഇത്തവണത്തെ വേൾഡ് കപ്പിൽ എത്രത്തോളം പണം ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചോദ്യമാണ്. പലതരത്തിലുള്ള ത്രെട്ടുകളുമുണ്ട്. അതൊക്കെ മറികടന്ന് സക്സസ്ഫുള്ളാക്കി നടത്താൻ പറ്റിയാൽ പല രാജ്യങ്ങളിലേക്കും ഈ ഫുട്ബോളിൻ്റെ കാര്യത്തിൽ അത് ഇൻവെസ്റ്റ് ചെയ്യാനും വളർത്തിയെടുക്കാനും ഫിഫക്ക് കഴിയും എന്ന കാര്യത്തിലും സംശയമില്ല. ഇതിൽ ദി അത്ലറ്റിക് പറയുന്നൊരു കാര്യമുണ്ട്, ഫിഫ നീഡ്സ് ഫുട്ബോൾ മോർ ദാൻ ഫുട്ബോൾ നീഡ്സ് ഫിഫ. ഫിഫക്കാണ് ഫുട്ബോളിന് വേണ്ടത് പണം ജനറേറ്റ് ചെയ്യാൻ, അല്ലാതെ ഫുട്ബോളിന് ഫിഫ ആവശ്യമില്ല. ഫുട്ബോൾ തീർച്ചയായിട്ടും ഫിഫ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഫുട്ബോൾ എക്സിസ്റ്റഡ് അറ്റ് ആൻ അഡ്വാൻസ്ഡ് സ്റ്റേജ് അക്രോസ് ഓൾ ഏജസ് ആൻഡ് കൺട്രീസ് ലോങ് ബിഫോർ ഫിഫ ഇറ്റ് സെൽഫ് സ്റ്റാർട്ടഡ് മെച്ചുറിങ്. വി ഹാവ് ടു റെക്കഗ്നൈസ് ദാറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഇത് കൺക്ലൂഡ് ചെയ്യുന്നത്. അതായത് ഫിഫക്കാണ് ശരിക്കും ഫുട്ബോൾ വേണ്ടത്, അല്ലാതെ ഫുട്ബോളിന് ഫിഫയുടെ ആവശ്യമില്ല. ഫുട്ബോൾ ഫിഫ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ അഡ്വാൻസ്ഡ് സ്റ്റേജിൽ വ്യത്യസ്ത ഏജസിൽ തന്നെ നിലനിന്നിട്ടുണ്ടായിരുന്നു. ഫിഫ മെച്ചൂർ ആകുന്നതിന് മുമ്പ് തന്നെ ഫുട്ബോൾ മാച്ച് രൂപത്തിൽ മുന്നോട്ട് പോയിരുന്നു.
അപ്പോൾ ഏതായാലും പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു കായിക വിനോദമാണിത്. അതേതെങ്കിലും ഒരു അസോസിയേഷൻ്റെ കുത്തക ആയിട്ട് അത് ഞങ്ങൾ ഉണ്ടായതിന് ശേഷമാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പക്ഷെ അതിനെ ഓർഗനൈസ്ഡായിട്ട് കൊണ്ടുപോകുന്നതിൽ ഫിഫക്ക് വലിയ പങ്കുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലോക്സിൽ എത്താം.